ഫ്ലാഷ് ബാക്ക്. കഞ്ചാവ് കേസിൽ പ്രതിചേർക്കപ്പെട്ട വേടൻ എന്ന റാപ്പർ ഹിരൺദാസ് മുരളിക്ക് കുരുക്കായി ബലാത്സംഗ കേസ്. വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചുവെന്ന യുവ ഡോക്ടറുടെ പരാതിയിൽ തൃക്കാക്കര പോലീസ് കേസെടുത്തു. ഫ്ലാഷ് ബാക്ക്. മികച്ച ഗാനരചയിതാവ് വേടൻ. ഗാനം കുതന്ത്രം, വിയർപ്പ് തുന്നിയിട്ട കുപ്പായം. Perfect, okay, and it is and 2 and 10 and the cone and the back. 2024 സിനിമാ അവാർഡുകളിൽ മികച്ച ഗാനരചയിതാവായി റാപ്പർ വേടനെ തിരഞ്ഞെടുത്തതിൽ വിമർശനം ശക്തമാകുന്നു. I'm very clear about it. This is wrong. ഈ വ്യവസ്ഥയിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല. ലൈംഗികാരോപണ പരാതി നേരിടുന്ന ഒരാൾക്ക് അംഗീകാരം നൽകുന്നതിലൂടെ സർക്കാരിന്റെ ഇരട്ടത്താപ്പാണ് പുറത്തുവരുന്നത് എന്നാണ് വിമർശനം. 100% ഞാൻ യോജിക്കുന്നു. ഗവേഷക വിദ്യാർത്ഥിനിയെ അപമാനിച്ച കേസിലും വേടൻ പ്രതിയാണ്. നേരത്തെ മീറ്റു ആരോപണവും നേരിട്ടിരുന്നു. കഞ്ചാവ് കണ്ടെടുത്ത കേസിലും വേടൻ പ്രതിയായി. ജോയ് മാത്യു അടക്കമുള്ളവരാണ് വേടന് പുരസ്കാരം നൽകിയതിനെ വിമർശിച്ച് രംഗത്ത് വന്നത്. ഈ വിവരമില്ലാത്തൊരു അധികാരത്തിലിരിക്കുമ്പോൾ മുകളിലിരിക്കുമ്പോൾ ഉള്ള പ്രശ്നങ്ങളാണ്. പലരോടും പല നീതിയോ എന്നതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം. അതിലേറ്റവും പ്രധാനപ്പെട്ട വിമർശനം 2021 ഹോം എന്ന സിനിമയ്ക്കും അതിലെ പ്രവർത്തകർക്കും നിഷേധിക്കപ്പെട്ട അംഗീകാരവും. നിർമ്മാതാവായ വിജയ് ബാബുവിനെതിരെ ലൈംഗിക പരാതി ഉയർന്നതിന്റെ പേരിൽ ഇന്ദ്രൻസിനും മഞ്ജു പിള്ളയ്ക്കും അവാർഡ് നിഷേധിക്കുകയായിരുന്നു. അന്ന് ഇന്ദ്രൻസിന് ഏറെ പ്രതീക്ഷിക്കപ്പെട്ടതായിരുന്നു സംസ്ഥാന അംഗീകാരം. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷമായി. ഹോമിന് ഒരു പുരസ്കാരവും സംസ്ഥാന സർക്കാർ നൽകിയിരുന്നില്ല. ഇതെന്ത് ന്യായം, ഇതെന്ത് നീതി, ഇതെന്ത്. അന്ന് ഇന്ദ്രൻസ് പറഞ്ഞ വാക്കുകൾ നിരാശ കൃത്യമായി പ്രകടമാക്കുന്നതായിരുന്നു. കുടുംബത്തിൽ തന്നെ ആരെങ്കിലും ഒരു കുറ്റം ചെയ്താൽ കുടുംബക്കാരെല്ലാരും പിടിച്ചോണ്ട് പോകും. അതൊന്നും എനിക്കറിയാൻ മേല. അപ്പൊ അദ്ദേഹത്തിന്റെ പേരിൽ അങ്ങനെ ആരോപിച്ചു. അത് അദ്ദേഹം നിരപരാധിയാണ്, അല്ലെങ്കിൽ അത് ആയിരുന്നു കുറ്റം ചുമത്തിയില്ലെങ്കിൽ അവർ പിന്നെ അങ്ങനെയാണ് ഉദ്ദേശിച്ചെങ്കിൽ ഈ പടം പിന്നെ ജൂറി ചെയ്തവരെ വിളിച്ച് തിരുത്തോ. ഞങ്ങളൊന്നും കാണുന്നുമില്ല, കേൾക്കുന്നുമില്ല. ഞങ്ങൾ ബധിരനും മൂകനുമാണ്. വരികളുടെ മികവിനെ കുറിച്ചുള്ള ചർച്ചകളിൽ അനുകൂലിച്ചും പ്രതികൂലിച്ചും വാദങ്ങളുണ്ട്. എന്നാൽ ഇത്രയേറെ കേസുകൾ നിലവിലുള്ള ഒരാൾക്ക് സർക്കാർ ഒരു അംഗീകാരം നൽകുമ്പോൾ അതെന്ത് സന്ദേശമാണ് സമൂഹത്തിന് നൽകുന്നത് എന്നതാണ് സമൂഹ മാധ്യമങ്ങളിൽ ഉയരുന്ന ചോദ്യം.